ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇത് വെച്ചോ. ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ആകെത്തുകയല്ലേ. സൂക്ഷിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് നിങ്ങൾ തന്നെയാ. അടി വീണില്ലെങ്കിലും ഒന്ന് പൊള്ളിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്റെ അമ്മയുടെ പ്രായമുള്ളതുകൊണ്ട് ഞാൻ ഇവിടം കൊണ്ട് നിർത്തുക. പക്ഷെ മകനുള്ളത് അത് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. പിന്നെ നിങ്ങൾ എനിക്കായിട്ട് വാങ്ങിയ ഈ മന്ത്രകോടി, ഇത് നിങ്ങളെ പുതപ്പിക്കാനായിട്ട് അവന്റെ കൈ തന്നെ കൊടുത്തു വിട്ടേക്കാം. അമുദം, ഫോംസ്. ഹലോ 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 എന്നതാ മനോഹര? ആരാ ഫോണില്? നിരഞ്ജൻ ഡോക്ടർ. ആ ഡോക്ടറെ, ഞാൻ എടുക്കുന്നതിന് മുമ്പേക്ക് ഫോൺ കട്ടായിപ്പോയി. ഹലോ ഹലോ ഡോക്ടറെ. അച്ഛന്റെ ദേവിക മോള്. മോളെ മോളെ എന്റെ പൊന്നുമോളിത് എവിടെയാ? അച്ഛ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ജീവിതം നശിച്ചു പോയേനെ. പക്ഷെ ദൈവം നിരഞ്ജൻ സാറിന്റെ രൂപത്തിലെത്തി. നിരഞ്ജൻ സാറിന്റെ കൂടെ വിശാലും ഉണ്ടായിരുന്നു. എന്താ മോക്ക് പറ്റിയേ? എല്ലാം ഞാൻ വന്നിട്ട് പറയാം. അച്ഛനും ഞാനും നിത്യമോളും മാത്രം അറിഞ്ഞാൽ മതി എനിക്കെന്താ സംഭവിച്ചെന്ന്. മോളിപ്പോ എവിടെയാ അത് പറ. ഞാൻ നിരഞ്ജൻ സാറിന്റെയും വിശാലിന്റെയും കൂടെ സേഫ് ആയിട്ടുണ്ട് അച്ഛ. മോളെ, നമ്മുടെ സിദ്ധു അറിഞ്ഞു. നേരെ പോകുന്ന ഹോസ്പിറ്റലിലേക്ക്. അത് മതി. നമ്മുടെ സുധിമോനെയോ നമുക്ക് ഭൂമി പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പക്ഷെ സിദ്ധുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകരുത്. എന്തായാലും എന്റെ പൊന്നുമോള് പോയിട്ട് ഇങ്ങോട്ട് വാ. മോളില്ലാത്തോണ്ടേ ഈ വീട് ഉറങ്ങിപ്പോയി. ശരി അച്ഛ. ആരാ മനോഹര ഈ വീടിനെ ഉണർത്താനായിട്ട് ഉണർത്തുപാട്ടുമായിട്ട് വരുന്നത്? എന്റെ ദേവിക മോള്. ആണോ അച്ഛാ? ഏട്ടത്തി വരുന്നുണ്ടോ? മോശം പിന്നെയും വരുവാണോ? എന്തൊരു കഷ്ടം. എന്തായാലും എന്റെ ശരത്തേട്ടന്റെ മീതെയുള്ള ഒരു സംശയം മാറിക്കിട്ടി. അല്ല മനോഹര, ഈ ദേവിക ശരിക്കും വരുന്നുണ്ടോ?
എൻ്റെ അമ്മ ഇപ്പം മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്, കേട്ടില്ലേ? അമ്മയ്ക്ക് അതത്ര മനസ്സിലായില്ല, അതാ ചോദിച്ചത്. അമ്മയ്ക്കും നിനക്കുമൊക്കെ തുഞ്ചത്തെഴുത്തച്ഛനുമായിട്ടല്ലല്ലോ ബന്ധം, റണ്ണൻ സായിപ്പുമായിട്ടല്ലേ. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇംഗ്ലീഷിൽ മൊഴിയാം കേട്ടോ. മൈ ഡോട്ടർ ദേവിക ഈസ് കമ്മിങ്, ഷീസ് ഓൺ ദി വേ. മതിയോ? കേട്ടോ പാർവതി, 3 ദിവസം കൊണ്ട് അവള് ഡോക്ടറായിട്ട് തിരിച്ചു വരാൻ പോവാന്ന്. മുത്തശ്ശി, ഡോക്ടർ അല്ല, ഡോട്ടർ. അത് മകളെന്ന അർത്ഥം. അമ്മേ, അമ്മ ഡോക്ടർ എന്ന് വിളിച്ചാൽ മതി. ചിലർക്ക് മരുന്ന് തരാൻ വേണ്ടി കൂടാ ദേവിക മോള് വരുന്നത്. ഹൈ ഡോസ് മെഡിസിൻ. ഇതൊരുമാതിരി പൂച്ചക്കുഞ്ഞിനെ ചാക്കി കെട്ടി കാട്ടിക്കൊണ്ട് കളഞ്ഞതുപോലെ ആയല്ലോ. കൊണ്ട് കളഞ്ഞവൻ തിരികെ വരുന്നതിന് മുമ്പ് പൂച്ചക്കുഞ്ഞ് തിരികെ വീട്ടിൽ വന്നു. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു കൊടുങ്കാട്ടിലേക്ക് ചിലരെ ഞാനൊരു വിനോദയാത്ര കൊണ്ടുപോകുന്നുണ്ട്, ഉടനെ തന്നെ. അയ്യോടാ, സത്യമാണോ? സത്യമാണോ നീ പറഞ്ഞത്? എന്റെ ശരത്തെ ഇത്രയും ചെയ്തു വെച്ചിട്ട് അവസാനം പഠിക്കൽ കൊണ്ടുപോയി കല ഉടച്ചു. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കാവോ? നീ ഫോൺ വെച്ചേ. എന്താ ചന്ദ്രമോളെ, ആരെ വിളിച്ചേ? ദേവിക രക്ഷപ്പെട്ടു. അവളിങ്ങോട്ട് വരുന്നുണ്ട്. ഡോക്ടർ നിരഞ്ജനും ആ വിശാൽ എന്ന് പറയുന്നവനും കൂടി ചേർന്ന അവളെ രക്ഷിച്ചു നിന്ന്. ചേച്ചിമ്മേ, 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 എന്താ എന്തു പറ്റി? വെള്ളം വേണോ? ഇരിക്കിരിക്കി. കുടിക്ക. ചന്ദ്രേ, വരുന്നത് ദേവികയല്ല, തീ പിടിച്ചൊരു കൊടുങ്കാറ്റ. അവള് കത്തിക്കും, നീ നോക്കിക്കോ. ഇനി എന്തൊക്കെ അനുഭവിക്കണം എന്റെ ഭഗവാനെ. എന്താ പ്രേമേ? അത് പിന്നെ അച്ഛാ, ദേവിക തിരിച്ചു വരുന്നുണ്ടെന്ന്. എവിടെയോ കറങ്ങാൻ പോയിട്ട് എന്തോ തീർത്ഥാടനമായിരുന്നു പോലും. നിത്യക്ക് വേണ്ടി എന്തോ വഴിപാട് കഴിക്കാൻ പോയതായിരുന്നു. നീ ഇതൊക്കെ തന്നെത്താൻ പറഞ്ഞങ്ങ് വിശ്വസിച്ചാ മതി. ദേവികയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് ആ കുട്ടി തന്നെ തിരിച്ചു വരുമ്പം പറയും. അത് ചെയ്യിച്ചവരും അതിന് കൂട്ടുനിന്നവരും ഒക്കെ അനുഭവിക്കാൻ റെഡിയായിട്ടിരുന്നോ? പ്രേമയോടാ ഞാനിതൊക്കെ പറയുന്നത്. അതിനുവെച്ചാ ഞാൻ നീ ഇങ്ങനെ കിടന്ന് തപ്പി തടയണ്ട, വിശദീകരിച്ച് ബുദ്ധിമുട്ടാനും നിൽക്കണ്ട.